ആദ്യനും അന്ത്യനും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമായ ശ്രേഷ്ഠ ദൈവം, മറ്റൊരു പുതിയ പ്രഭാതം ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ തുടങ്ങുവാൻ നമുക്ക് ഒരുക്കി നൽകിയ അവൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞ് ആരംഭിക്കാമോ? ഈ ദിവസത്തെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോഴും പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അവൻ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ദൈവത്തിന്റെ വചനം പറയുന്നു, സമർപ്പണം. ദൈവത്തിന്റെ വാക്കിന്, യേശുവിന്റെ വചനത്തെ അനുസരിച്ച് ഒന്നും ചിന്തിക്കാതെ, ഭവിഷ്യത്ത് നോക്കാതെ സമർപ്പിക്കുക. ഇവിടെ യേശു കർത്താവ് ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം വചനം കേൾക്കുവാൻ ഓടിക്കൂടി വന്നു. അവിടെ ശീമോൻ ഉള്ളതായ ശീമോൻ്റെതെന്ന് പറയുന്ന ഒരു പടകിൽ യേശു കയറി നിന്നു. ശീമോനോട് അപേക്ഷിച്ചു, ഒരല്പം ഇത് ഈ കരയിൽ നിന്ന് നീക്കി നിർത്താമോ? ആ മനുഷ്യൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. രാത്രി മുഴുവൻ തൻ്റെ കൂട്ടാളികളും കൂടെ ആ കടലിൽ അദ്ദേഹം അധ്വാനിച്ചു. തൻ്റെ മുഴുവൻ പ്രയത്നങ്ങളും ചെലവിട്ടിട്ടും മുഴുവൻ രാത്രി അധ്വാനിച്ചിട്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. എന്നാൽ കാലിയായ പടകിനെ കരയിലേക്ക് അടുപ്പിച്ച് ആ വല അടുത്ത ദിവസം പോകുവാൻ വേണ്ടി കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു അവിടെ വന്നത്. തൻ്റെ നിരാശയുടെ അവസ്ഥയിൽ എങ്ങനെയാ വെറും കൈയോടെ വീട്ടിലേക്ക് പോകുന്നത്, ഒന്നുമില്ലാതെ എങ്ങനെയാ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്, എത്രയോ പ്രതീക്ഷകളോടെയാണ് പോയത്, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു പത്രോസിനോട് ചോദിച്ച്, ശീമോനോട് ചോദിച്ചത്, നിന്റെ പടക് എനിക്കൊന്ന് തരാമോ ഒരല്പസമയം? അതിൽ നിന്ന് ഈ മനുഷ്യരോട് ദൈവവചനം പറയുവാൻ മനസ്സോടെ അദ്ദേഹം ആ പടക് യേശുവിന് കൊടുത്തു. പടക് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ്, വെള്ളം കാണിക്കുന്നത് ഈ ലോകത്തെയാണ്, മീൻപിടുത്തം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെയാ, ജോലിയാണ്. അധ്വാനത്തിൽ നിന്നും കിട്ടാതെ വന്ന് ആ പടക് ജീവിതം കാലിയായിട്ടിരിക്കുമ്പോൾ യേശു അതുവഴി വന്നു. യേശു ചോദിച്ചു, അതെനിക്ക് തരാമോ? അദ്ദേഹം മനസ്സോടെ അല്ലെങ്കിൽ കൊടുത്തു. വചനം പറഞ്ഞതിന് ശേഷം യേശു ശീമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശീമോൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചതാ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഇവിടെ എല്ലാം ഒരുപാട് ശ്രമിച്ചതാ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശു പറഞ്ഞതിനെ ഓർത്ത് ശീമോൻ വലയിറക്കി. അവരുടെ ജീവിതത്തിൽ അന്ന് വരെയും കിട്ടാത്ത വലിയ മീൻകൂട്ടം അപ്പോൾ ആ വലയിൽ കയറി. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു പോകും. യേശു പറഞ്ഞ വാക്കിന് ഒരു മനുഷ്യൻ വില കൊടുത്തപ്പോൾ, തൻ്റെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുത്തപ്പോൾ, തൻ്റെ പടകിൽ യേശുവിനെ ഇരുത്തിയപ്പോൾ, യേശുവിൻ്റെ വാക്കിൻ്റെ പുറകെ അത്ഭുതം അവനെ തേടിയെത്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും യേശുവിൻ്റെ വാക്കിനൊന്നും വലയിറക്കാമോ? നിന്റെ ജീവിതം കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ചൊന്ന് ക്രമീകരിക്കാമോ? നിങ്ങളുടെ കുടുംബങ്ങളെയും ശൂന്യമായി പോയ, കാലിയായി പോയ നിങ്ങളുടെ പടകുകളെ നിറയ്ക്കുവാൻ ആ ദൈവം നിങ്ങളുടെ അരികെ ഉണ്ട്. ഇന്ന് പകൽ ഒരുപക്ഷെ ജോലികൾ മാറി മാറി ചെയ്തു, അധ്വാനിച്ചു, കുടുംബജീവിതത്തിൽ നിരാശകളും തകർച്ചകളിലുമാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ പ്രിയ സഹോദര ഓർപ്പിക്കട്ടെ, യേശുവിൻ്റെ വാക്കിന് നീ വലയിറക്കുക. സഹായിക്കുന്ന, നിറയ്ക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. എന്താണ് ഇവിടെ കാണിക്കുന്നത്? വല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുന്നു, പത്രോസ് ശീമോൻ യേശുവിൻ്റെ കാൽക്കൽ വീണു.
അയ്യോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അതുവരെയും അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ വലുതെന്ന് വിചാരിച്ചതിനേക്കാൾ യേശുവിൻ്റെ വചനത്തെ അനുസരിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നന്മ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ്, ഞാൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറം എന്നെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പാക്കിയ പത്രോസ് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഒരു മുഴുവൻ സമർപ്പണം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? ശൂന്യമായി പോയതിനെ നിറയ്ക്കുന്നവനാണ് ആ നല്ല ദൈവം. ഒരു ബാലൻ തൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നപ്പോൾ അത് തനിക്കെന്നെടുക്കാതെ യേശുവിന് വേണ്ടി കൊടുത്തു. ബാക്കി അവിടെ കൂടിയിരുന്ന സകല മനുഷ്യർക്കും 5000-ഓളം പുരുഷന്മാർക്ക് കൊടുത്ത് ശേഷം 12 കുട്ടകളിൽ അത് നിറച്ചെടുത്തു. ദൈവത്തിന് കൊടുക്കുന്നതൊന്നും വേസ്റ്റായി പോകത്തില്ല. അതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കാത്തത്, കാണാത്തത്, തലമുറകൾക്ക് മിച്ചം വരുന്ന രീതികളിൽ ദൈവം അതിൽ നിന്ന് നന്മകളെ, അനുഭവങ്ങളെ ദൈവം കൂട്ടിവെക്കും. ഇന്ന് പകൽ യേശുവിന് വേണ്ടി ഒരു ആഴത്തിലേക്ക്, പത്രോസ് ആഴത്തിലേക്ക് വലയിറക്കിയതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ എൻ്റെ യേശുവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറക്കാമോ? അതിനെ നിറയ്ക്കുന്നവൻ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യട്ടെ. ഇതുവരെയും കർത്താവിന് കൊടുത്തവരുണ്ടെങ്കിൽ മനഃപൂർവ്വമായി, കർത്താവേ, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുക. അങ്ങേ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമെന്ന സമർപ്പണത്തോടെ ആകട്ടെ ഈ ദിവസം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ